ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലിറ്ററേച്ചർ ഗ്ലിറ്റ്സ്. ഇന്ന് ലിറ്ററേച്ചർ ഗ്ലിറ്റ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് പെഡഗോജിയിലെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിലെ ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ്, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഓക്കെ, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൗ ടു ടീച്ച് അല്ലെങ്കിൽ വേസ് ടു ടീച്ച് ഒക്കെയാണ്. ഓക്കെ, ഇറ്റ് ഇസ് ദ ഓവറോൾ പ്ലാൻ ഓഫ് ടീച്ചിങ്. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് ഇസ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിന് വേറെയും കുറച്ച് പേരുകളുണ്ട്. ഇറ്റ്സ് ഓൾഡസ്റ്റ് മെത്തേഡ്, ക്ലാസിക്കൽ മെത്തേഡ്, ട്രഡീഷണൽ മെത്തേഡ് ആൻഡ് പ്രഷ്യൻ മെത്തേഡ്. ഗ്രാമർ ട്രാൻസ്ലേഷൻ്റെ വേറെ പേരുകളാണിതെല്ലാം. ഇപ്പം അതുപോലെ തന്നെ ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ചോദിച്ചാൽ അതും ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡാണ്. ഓക്കെ, ഇനി എന്താണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ദ ടീച്ചിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മദർ ടങ്. അതായത് ഒരു ഭാഷ പഠിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മാതൃഭാഷ, വേറൊരു ഫോറിൻ ഭാഷ പഠിക്കാൻ നമ്മുടെ മാതൃഭാഷ ഉപയോഗിക്കുന്നു. ഓക്കെ, that is, the teacher reads every sentences and translate every sentences into mother tongue through word by word. അതായത് നമ്മൾ ഒരു സെൻറ്റൻസ് വായിച്ചതിന് ശേഷം ആ സെൻറ്റൻസിലെ ഓരോ വേർഡും നമ്മൾ എന്ത് ചെയ്യുന്നു, വേർഡ് ബൈ വേർഡായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ മലയാളം മീഡിയം കുട്ടികൾ അല്ലെങ്കിൽ മലയാളികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഇംഗ്ലീഷ് വേർഡിനെയും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുന്നു. ഓക്കെ, ഗ്രാമർ ഈസ് ടോട്ട് ത്രൂ റൂൾസ്. റൂൾസ് പറഞ്ഞിട്ടാണ് നമ്മൾ ഗ്രാമർ പഠിപ്പിക്കുന്നത്. ആൻഡ് ഈ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റീഡിങ്ങിനും റൈറ്റിങ്ങിനുമാണ്, അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു എന്താണ് LSRW, നമ്മുടെ സ്കിൽസ്, ലാംഗ്വേജ് ലേണിംഗ് സ്കിൽസിലെ അതിൽ റീഡിങ്ങിനും റൈറ്റിങ്ങിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഓക്കെ, ഇനി ഇവിടെ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഇൻ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് യൂണിറ്റ് ഓഫ് ടീച്ചിങ് ഇസ് വേർഡ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ വേർഡിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്, ഓരോ വേർഡിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡിഡക്റ്റീവ് മെത്തേഡ്. ഡിഡക്റ്റീവ് മെത്തേഡ് എന്താണ്, എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദാറ്റ് ഈസ് നോൺ ടു അൺനോൺ. അറിയാവുന്നതിൽ നിന്ന് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ലേണിങ്ങിലേക്ക് പോകുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ ടീച്ചർ സെൻറ്റേർഡ് അപ്രോച്ച്, അല്ലേ? അത് ഒരു ടീച്ചർ സെൻറ്റേർഡ് അപ്രോച്ചാണ്. അതായത് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ ദ സോൾ അതോറിറ്റി ഇസ് ദ ടീച്ചർ. ടീച്ചറാണ് എന്ത് ചെയ്യുന്നത്, ടെക്സ്റ്റ് വായിച്ചിട്ട് അത് കുട്ടികൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും, ദ സ്റ്റുഡൻസ് ആർ പാസീവ് ലിസ്ണേഴ്സ്. അപ്പം ഈ കുട്ടികൾ തിരിച്ച് അവർക്ക് ഇൻട്രാക്ട് ചെയ്യാനൊന്നുമില്ല. ടീച്ചറിന് പറയുന്നത്, ടീച്ചർ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നത് കുട്ടികൾ ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കുന്നു എന്നേ ഉള്ളൂ. ആൻഡ് ഹിയർ ദ ടെക്സ്റ്റ് ബുക്ക് ഇസ് ദ ഓൺലി ലേണിംഗ് മെറ്റീരിയൽ. അപ്പോൾ ഇതൊരു പഴയ മെത്തേഡാണ്. ഈ മെത്തേഡ് ഇപ്പോഴും സ്കൂളുകളിൽ ഉപയോഗിക്കാറുണ്ട്, ഇല്ലെന്നല്ല. ഇവിടെ നമുക്ക് എന്താണ്, ടെക്സ്റ്റ് ബുക്കാണ്, ആകെ ടെക്സ്റ്റ് ബുക്കിൻ്റെ മാത്രം ഉപയോഗമേ ഉള്ളൂ. അല്ലാതെ ഒരു ഡെമോൺസ്ട്രേഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഡിയോ വിഷ്വൽ ഉപയോഗിച്ചോ അങ്ങനെ ഒന്നും പഠിപ്പിക്കുന്നില്ല. ടീച്ചർ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നേരെ വായിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുന്നു. ഇനി we'll see the merits. ഈ ഒരു ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് പഠിപ്പിക്കുന്നതിൻ്റെ മെറിറ്റ്സ് നോക്കാം. ദാറ്റ് ഈസ്, ഫസ്റ്റ് വൺ ഇസ് അണ്ടർസ്റ്റാൻഡ് തിങ്സ് വെരി ഈസിലി. നമുക്കറിയാലോ, ഇപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഭാഷയിൽ പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും, അല്ലേ? അപ്പോൾ നമ്മുടെ മാതൃഭാഷ ഉപയോഗിച്ച് പഠിക്കുമ്പോൾ ദ ലേണിംഗ് വിൽ ബി വെരി ഈസി. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ടൈം സേവിങ്. അതായത് നമുക്ക് പെട്ടെന്ന് പോർഷൻസ് ഒക്കെ തീർക്കണമെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ ഒരു വേറെ എന്തെങ്കിലും പ്ലേ വേ മെത്തേഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ മെത്തേഡുകൾ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. പക്ഷേ ഇതാകുമ്പോൾ ജസ്റ്റ് നമ്മൾ വായിച്ചിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോൾ വി ക്യാൻ സേവ് ദ ടൈം. ആൻഡ് ഇറ്റ്സ് എക്കണോമിക്കൽ ഓൾസോ, അല്ലേ? ഇപ്പം നമ്മൾക്ക് സ്ലൈഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി അങ്ങനെ ഒന്നും നമ്മൾക്ക് വേണ്ട. ഇറ്റ്സ് ഓൺലി ആകെ ഒരു കോസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൻ്റെ കോസ്റ്റാണ്. ഓക്കെ, ആൻഡ് ഇറ്റ്
ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് വൊക്കാബുലറി. എന്താണ് അതായത് ഇത് ഇപ്പം നമ്മൾ ഒരു രണ്ട് ഭാഷയിലെയും വേർഡ്സ് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ വൊക്കാബുലറി ഡെവലപ്പ് ആവും. ഓക്കെ, ആൻഡ് ഇറ്റ് ഗീവ് പ്രൊഫിഷ്യൻസി ഇൻ റീഡിങ് ആൻഡ് റൈറ്റിംഗ് അല്ലേ. ഇപ്പോൾ റീഡിങ്ങിനും റൈറ്റിങ്ങിനും ഇത് പ്രാധാന്യം കിട്ടുന്നുണ്ട്. Okay, so they can develop, the children can develop reading and writing through this method. Okay. Okay, ഇനി we will see the demerits. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ പോരായ്മകളെന്ന്. ഓക്കെ, ഇറ്റ് നെഗ്ലെക്ട് സ്പോക്കൺ ലാംഗ്വേജ്. അതൊരു വളരെ വളരെ വലിയൊരു പോരായ്മയാണ് അല്ലേ. എന്താണ്, ഈ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് വഴി പഠിപ്പിക്കുമ്പോൾ എന്ത് പറ്റുന്നു, ഈ കുട്ടികൾക്ക് അവരുടെ എന്താണ് പ്രൊനൗൺസിയേഷൻ, സ്ട്രെസ്, ഇൻറ്റനേഷൻ, എങ്ങനെയാണ് സ്പീക്ക് ചെയ്യുന്നത്, എങ്ങനെ ഒരു ഭാഷ സംസാരിക്കാം എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുന്നില്ല. ഇത് ജസ്റ്റ് ദേ ആർ റീഡിങ്. അപ്പോൾ കുട്ടികളുടെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് അവിടെ ഡെവലപ്പ് ആവുന്നില്ല. വൈ? ബിക്കോസ് ദി ചിൽഡ്രൻ ആർ പാസീവ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഇഗ്നോർസ് ദ കമ്മ്യൂണിക്കേറ്റീവ് കോമ്പീറ്റൻസ് ഓൾസോ. ഇപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ലേണിംഗ് സിനാരിയോയിൽ കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. നമുക്ക് സബ്ജക്റ്റ് നോളജിനെക്കാളും കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് വേണ്ടത്. ബട്ട് ഈ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഈ കമ്മ്യൂണിക്കേഷന് ഒട്ടും പ്രാധാന്യം കൊടുക്കുന്നില്ല. നെക്സ്റ്റ് ഇസ് ഇറ്റ് ഓവർ എംഫസൈസസ് ആക്യുറസി ആൻഡ് ഫ്ലുവൻസി. അപ്പോൾ എന്താണ്, അത് ആക്യുറസിക്കും ഫ്ലുവൻസിക്കുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ പിന്നെ വേറൊരു പ്രോബ്ലം ഇസ് വാട്ട്, നമുക്ക് എല്ലാം അതായത് ഒരു ഭാഷയിലെ ഓരോ വാക്കുകളും ഒരു പക്ഷേ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല. കാൺ ട്രാൻസ്ലേറ്റ് എവറിത്തിങ്. ഇപ്പം നമ്മൾ ഈസ്, വാസ് അല്ലെ അങ്ങനെയൊക്കെ ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ടല്ലോ. അപ്പോൾ ചില വേർഡ്സ് ഒന്നും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഇൻഫ്ലുവൻസ് ആൻഡ് ഫോക്കസ് ഓഫ് മദർ ടങ്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം പ്രൊനൗൺസിയേഷനൊക്കെ വരുമ്പോൾ നമ്മളും അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരും സംസാരിക്കുന്നതിലൊക്കെ വ്യത്യാസം വരുന്നു. വൈ? ബിക്കോസ് മദർ ടങ് ഇൻഫ്ലുവൻസ് അതിൽ ഉണ്ടാവും. ആൻഡ് അപ്പോൾ കുട്ടികൾ കൂടുതലും എന്താണ് മദർ ടങ് തന്നെ യൂസ് ചെയ്യാനേ ശ്രമിക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സ്റ്റുഡൻസ് ആർ പാസീവ്. ദാറ്റ് വി ഹാവ് ഡിസ്കസ് ഏർലിയർ. എന്താണ്, സ്റ്റുഡൻസ് അവർ പ്രത്യേകിച്ച് ഒട്ടും ആക്റ്റീവ് അല്ല. ദേ ആർ നോട്ട് ആക്റ്റീവ്ലി ടേക്കിംഗ്. അവർ കേട്ടുകൊണ്ടിരിക്കാം, ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവാം, അല്ലാതെ ആവാം. അപ്പോൾ ആസ് ദേ ആർ പാസീവ്, അത് ബോറടിക്കാനുള്ള, ദേ വിൽ ഗെറ്റ് ബോർഡ്. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം കൂടി ഇതിലുണ്ട്, ഈ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിലുണ്ട്. ആൻഡ് ദ സോൾ അതോറിറ്റി ഇസ് ഓഫ് ടീച്ചർ. അത് നമ്മൾ പറഞ്ഞു, ടീച്ചർ പറയുന്നത് പോലെയാണ് കുട്ടികൾ. ദേ ഡോണ്ട് ഹാവ് ദ ഫ്രീഡം. ഇപ്പോൾ നമ്മൾ എന്താണ് പ്രാഗ്മാറ്റിസം ഒക്കെ ആകുമ്പോഴത്തേക്ക് ദേ ഷുഡ് ലേൺ ബൈ ദെംസെൽഫ്, അല്ലെങ്കിൽ അവർക്കൊരു ഡിസിഷൻ മേക്കിംഗ് സ്കിൽ അതൊന്നും ഈ ഒരു മെത്തേഡിലൂടെ കുട്ടികൾക്ക് ലഭിക്കില്ല. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് സം questions with answers. ഇതിലെ ഒന്ന് രണ്ട് ചോദ്യങ്ങളെല്ലാം പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിറ്റിൽ ഓർ നോ അറ്റൻഷൻ ഈസ് ഗിവൻ ടു പ്രൊനൗൺസിയേഷൻ ഇൻ ഡാഷ് മെത്തേഡ്. നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ് സ്പീക്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ദ ആൻസർ വിൽ ബി ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ടീച്ച് ഡാഷ്. എന്താണ്, ഫോറിൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ടാർഗറ്റ് ലാംഗ്വേജ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ദെൻ തേർഡ് വൺ, ഇൻ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് സ്റ്റുഡൻസ് ആർ ഡാഷ്. സ്റ്റുഡൻസ് ആർ പാസീവ്. ചിലപ്പോൾ എന്തായാലും നമുക്ക് കേറ്ററ്റ് എക്സാമിനൊക്കെ എന്തായാലും നമുക്ക് ഓപ്ഷൻസ് കാണും. അപ്പോൾ അതിൽ ഇത് പാസീവായിട്ട് ഇരിക്കുന്നത് ഏതാണ്, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ടീച്ച് ചെയ്യുമ്പോഴാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ദ യൂണിറ്റ് ഓഫ് ടീച്ചിങ്. അതായത് എന്താണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ അതൊരു ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, നമ്മൾ ടീച്ചിങ്ങിൻ്റെ മെയിൻ ഫോക്കസ് വിൽ ബി ഓൺ വേർഡ്സ്. ഓക്കെ, ആൻഡ് ഫിഫ്ത്ത് വൺ, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഇസ് എ ഡാഷ് അപ്രോച്ച്. അതെന്താണ്, ടീച്ചർ സെൻറ്റേർഡ് അപ്രോച്ച് ആണ് അല്ലേ, നോട്ട് സ്റ്റുഡൻറ് സെൻറ്റേർഡ് അപ്രോച്ച്. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. Please keep supporting.